വാ 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 വാ. മോൻ അപ്പൂപ്പനെ മറന്നോടാ? ഓർക്കാനീ അപ്പൂപ്പനെ അവനെങ്ങനെ കാണാറില്ലല്ലോ. അത് നീ എന്നെ ഒന്ന് ഇരുത്തിയതാണല്ലോ മോളെ. ഇന്ന് മോഹമില്ലാഞ്ഞിട്ടല്ല, അടുത്താണോ എന്നും വന്ന് കാണാൻ. ഇപ്പൊ തന്നെ ഇവിടെ ഒരു കൊല നടന്നു എന്ന് അറിഞ്ഞപ്പോ പെട്ടെന്ന് പുറപ്പെട്ടു വന്നതാ. മരിച്ച ആളിനെ അച്ഛൻ അറിയായിരുന്നോ? സർക്കാർ കോൺട്രാക്ടർമാർക്ക് സിമന്റ് കച്ചവടക്കാരെ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. അടുത്ത് നടന്ന ഒരു ഇടപാടിൽ നല്ലൊരു തുക അയാൾ എനിക്ക് തരാനുണ്ട്. ലക്ഷ്യമൊന്നുമില്ല. ജയനെ കണ്ടൊരു വഴി ആലോചിക്കണം. അച്ഛന് കുടിക്കാൻ വല്ലതും എടുക്കട്ടെ? ഇല്ല 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 ഇല്ല. മോനെ നോക്കാൻ ഞാൻ അയച്ച പയ്യനെ നീ എന്താ തിരിച്ചയച്ചത്? ഈ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് അന്യരെ അറിയിക്കണ്ടെന്ന് കരുതി. വഴക്കോ? മകളുടെ ക്ഷേമാന്വേഷിക്കാനല്ലല്ലോ അച്ഛൻ വന്നത്, വക്കീലിനെ കാണാനല്ലേ. മരുമകൻ ഓഫീസിലുണ്ട്. ഒരു സാധാരണ കുറ്റവാളിയല്ല സത്യരാജ്. ഹീസ് എൻ ഇന്റർനാഷണൽ ക്രിമിനൽ. എങ്ങനെ വാദിച്ചാലും ജാമ്യം കിട്ടില്ല. ഞാൻ പറഞ്ഞ വഴി ഒന്ന് ആലോചിച്ച് നോക്കൂ. പണം എത്ര വേണമെങ്കിലും കൊടുക്കാം. ജഡ്ജിയെ സ്വാധീനിക്കാനോ? നടക്കില്ല മിസ്റ്റർ വിൻസെന്റ്. നിങ്ങൾ ചെയ്യേണ്ടത് പറയൂ. കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചാർജ് CA രവിക്കാണ്. FIR-ലും ഇൻക്വസ്റ്റിലും പ്രതിയെ ഫേവർ ചെയ്യുന്ന വിധത്തിൽ എഴുതണം. പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ പിടിക്കേണ്ടത് സാക്ഷികളെയാണ്. പണം കൊടുത്തോ പ്രലോഭിപ്പിച്ചോ നടന്നില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടെങ്കിലും ചെയ്യാം. എങ്കിൽ ഈ കേസിൽ സത്യരാജിനെ ശിക്ഷിക്കില്ല. അക്കാര്യം ഞാൻ ഏറ്റു. നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമല്ലോ. നമുക്ക് അവിടെ വെച്ച്